എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും വിജയവും സമാധാനവും കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു രഹസ്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതാണ് ആകർഷണ സിദ്ധാന്തം, ലോ ഓഫ് അട്രാക്ഷൻ. ഒരുപക്ഷേ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാകാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. എന്തായാലും ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി കാണുക. ആകർഷണ സിദ്ധാന്തം ലളിതമായി പറഞ്ഞാൽ സമാനമായതിനെ ആകർഷിക്കുന്നു എന്നതാണ്. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാനമായ സാഹചര്യങ്ങളെയും അനുഭവങ്ങളെയും ആകർഷിക്കുന്നു. നിങ്ങൾ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിക്കും. പ്രപഞ്ചം ഒരു വലിയ കണ്ണാടി പോലെയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളതിനെ അത് പുറത്ത് പ്രതിഫലിപ്പിക്കുന്നു. നമ്മുടെ ഓരോ ചിന്തയും ഒരു ഊർജ്ജമാണ്. ഈ ഊർജ്ജം പ്രപഞ്ചത്തിലേക്ക് പ്രവഹിക്കുകയും സമാനമായ ഊർജ്ജത്തെ തിരിച്ചെത്തിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു പുതിയ ജോലി ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക. നിങ്ങൾ ആ ജോലിയെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുകയും അത് ലഭിച്ചതായി സങ്കൽപ്പിക്കുകയും സന്തോഷം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ പ്രപഞ്ചം ആ ആഗ്രഹത്തെ യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നു. എന്നാൽ വെറുതെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ. അതിന് പിന്നിൽ ശക്തമായ വിശ്വാസവും വികാരവും ഉണ്ടാകണം. എനിക്ക് ഇത് ലഭിക്കുമോ, ഇത് നടക്കില്ല തുടങ്ങിയ സംശയങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തും. ആകർഷണ സിദ്ധാന്തം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ 3 പ്രധാന ഘട്ടങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായി ചോദിക്കുക. പ്രപഞ്ചത്തോട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് കൃത്യമായി പറയുക. ഇത് ഒരു കടലാസിൽ എഴുതി വെക്കുകയോ മനസ്സിൽ വ്യക്തമായി കാണുകയോ ചെയ്യാം. നിങ്ങളുടെ ആഗ്രഹം എത്രത്തോളം വ്യക്തമാക്കുന്നോ അത്രത്തോളം എളുപ്പത്തിൽ അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. ഉദാഹരണത്തിന്, എനിക്ക് ഒരു വീട് വേണം എന്ന് പറയുന്നതിന് പകരം എനിക്ക് 3 കിടപ്പുമുറികളുള്ള വലിയ അടുക്കളയുള്ള ഒരു പൂന്തോട്ടമുള്ള കടലിനടുത്ത് ഒരു വീട് വേണം എന്ന് വ്യക്തമാക്കുക. നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. നിങ്ങൾക്കത് ലഭിച്ചുവെന്ന് സങ്കൽപ്പിക്കുക. ആ സന്തോഷം അനുഭവിക്കുക. സംശയങ്ങളെയും ഭയങ്ങളെയും നിങ്ങളുടെ മനസ്സിൽ നിന്ന് അകറ്റി നിർത്തുക. നിങ്ങൾക്കൊരു പുതിയ ഫോൺ ലഭിച്ചുവെന്ന് സങ്കൽപ്പിച്ച് ആ സന്തോഷം അനുഭവിക്കുന്നത് പോലെയാണിത്. നിങ്ങളുടെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കാൻ പ്രപഞ്ചം പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കാൻ പ്രപഞ്ചം വഴികൾ തുറക്കും. ആ അവസരങ്ങളെ തിരിച്ചറിയുകയും അവയെ സ്വീകരിക്കാൻ തയ്യാറാകുകയും ചെയ്യുക. ചിലപ്പോൾ ഇത് ഒരു പുതിയ ജോലി അവസരമാകാം, അല്ലെങ്കിൽ ഒരു പുതിയ വ്യക്തിയെ കണ്ടുമുട്ടുന്നത് ആകാം, അല്ലെങ്കിൽ ഒരു പുതിയ ആശയം ആകാം. ഈ അവസരങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു പുതിയ ജോലി ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് സാധ്യതയുള്ള കമ്പനികളിൽ അപേക്ഷിക്കുക, അഭിമുഖങ്ങളിൽ പങ്കെടുക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക. പ്രപഞ്ചം നിങ്ങൾക്ക് അവസരങ്ങൾ തരുമ്പോൾ അത് പിടിച്ചെടുക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ആകർഷണ സിദ്ധാന്തം എങ്ങനെ ഉപയോഗിക്കാം? എല്ലാ ദിവസവും കുറഞ്ഞത് 5-10 മിനിറ്റ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾക്കത് ലഭിച്ചതായി സങ്കൽപ്പിച്ച് ആ സന്തോഷം അനുഭവിക്കുക. നിങ്ങൾക്ക് ഇതിനകം ഉള്ള കാര്യങ്ങളിൽ നന്ദിയുള്ളവരായിരിക്കുക. ഇത് പോസിറ്റീവ് വൈബ്രേഷനുകൾ വർദ്ധിപ്പിക്കും. എല്ലാ ദിവസവും നിങ്ങൾ നന്ദിയുള്ള 5 കാര്യങ്ങൾ എഴുതുക. ഞാൻ സന്തോഷവാനാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും എപ്പോലുള്ള പോസിറ്റീവ് വാചകങ്ങൾ ആവർത്തിച്ച് പറയുക. വെറുതെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം. പ്രപഞ്ചം നിങ്ങൾക്ക് അവസരങ്ങൾ നൽകുമ്പോൾ അവ ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തും. അവയെ തിരിച്ചറിയുകയും പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുക. ആകർഷണ സിദ്ധാന്തം ഒരു മാന്ത്രിക വിദ്യയല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ ഒരു നിയമമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്തും നേടാൻ കഴിയും. ഓർക്കുക, നിങ്ങളുടെ ചിന്തകൾക്ക് അതിശയകരമായ ശക്തിയുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക, അവ യാഥാർത്ഥ്യമാക്കാൻ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.